ആദ്യം തന്നെ പറയണം, ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. കാരണം ഡ്രൈവിംഗ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ മോസ്റ്റ് പാഷനറ്റ് തിങ്സ്. നമ്മൾ എപ്പോഴും മൂഡ് സ്വിങ്സ് വന്നാലോ, നമുക്ക് ലൈക്ക് എസ്പെഷ്യലി മൺസൂൺ സമയത്തായിക്കോട്ടെ, നമുക്ക് എവിടെ പോകണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഡ്രൈവിംഗ് അറിയണത് ഇസ് എ ബിഗ് ബ്ലെസ്സിങ്. എസ്പെഷ്യലി ഒരു വുമനെ സംബന്ധിച്ചോളം നോയിങ് ഹൗ ടു ഡ്രൈവ് ഇസ് എ വേ ഓഫ് ബീങ് എംപവേർഡ്. അപ്പോൾ ബിഫോർ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് മോർ അബൌട്ട് ഡ്രൈവിംഗ്, എനിക്ക് വൺ തിങ് ഞാൻ എല്ലാ ലേഡീസിനോട് എസ്പെഷ്യലി പറയുന്നൊരു കാര്യമാണ്, 100% നമ്മൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഫീലിംഗ്, ദ ഫീലിംഗ് ഓഫ് ബീയിങ് ഫ്രീ ആൻഡ് ദ ഫീലിംഗ് ഓഫ് ഫീലിംഗ് ഫ്രീഡം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് ദാറ്റ് അമേസിങ്. സോ ഈ ഒരു കാർ എൻ്റെ ഒരു ജേർണി ഹാസ് സ്റ്റാർട്ടഡ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു കാർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ച സമയത്ത് ലൈക്ക് മാനുവലൊക്കെ ഓടിക്കാൻ പഠിച്ച സമയത്ത് സെൻ കാർ ഉണ്ടായിരുന്നു, ഒരു എന്താണ് ഫുള്ളി മോഡിഫൈഡ് വേർഷൻ ഓഫ് സെൻ. അതിൽ സ്പീക്കറൊക്കെ വെച്ച് പാട്ടൊക്കെ വെച്ച് പൊളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം ഓട്ടോമാറ്റിക് കാർ ഒരെണ്ണം വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ ആദ്യം എനിക്കുണ്ടായിരുന്ന ചെറിയ ഓട്ടോമാറ്റിക് കാർ A-Star ആയിരുന്നു. A-Star ഞാൻ ഓടിച്ചു തുടങ്ങി. A-Star ഓടിച്ച് കഴിഞ്ഞിട്ട് അത് പപ്പടപ്പൊടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനും എൻ്റെ അനിയത്തിയും. ഐ ഹാഡ് എ ഫ്ലൈറ്റ് ടു ക്യാച്ച് ടു ബാംഗ്ലൂർ. അപ്പോൾ ആ സമയത്ത് എന്തായെന്ന് പറഞ്ഞാൽ ഐ വാസ് ലൈക്ക്, ഞാൻ നല്ല സ്പീഡിലായിരുന്നു, കാരണം എയർപോർട്ടിലേക്ക് എത്താൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ പണ്ട് ഈ മറ്റേ റെനോവേഷനൊക്കെ മുന്നേ ഉള്ള എയർപോർട്ട് റോഡ് ഇത്ര വീതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുന്നേ വെച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിന് ഒരു ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എങ്ങാനും ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ ഓട്ടോക്കാരൻ എൻ്റെ മേത്തേക്ക് വന്ന് ഇടിക്കും, അയാൾ തെറിക്കും, അയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ജയിലിലേക്ക് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ പേടി. ഇൻസ്റ്റൻ്റായിട്ട് എൻ്റെ മൈൻഡിൽ വന്ന സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തതും വെട്ടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, പറമ്പുണ്ടല്ലോ, നല്ല പറമ്പായിരുന്നല്ലോ, അപ്പോഴത്തേക്ക് എൻ്റെ വണ്ടി സ്കിഡ് ചെയ്ത് സമ്മർസോൾട്ട് അടിച്ച് 3 വട്ടം തിരിഞ്ഞ് അപ്പുറത്തെ പറമ്പിലെത്തിയെന്ന് പറയാം. ആൻഡ് ഐ കുഡ് ആക്ച്വലി ഫീൽ എൻ്റെ കാറിൻ്റെ മറ്റേ ചില്ല് പൊട്ടുന്ന സൗണ്ടിൽ കിട് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസിൻ്റെ പുറത്തേക്ക് ചാടി, ബാക്കിലത്തെ ടയർ ഇതേ ഫ്രണ്ടിലേക്ക് വന്നു. ആൻഡ് എൻ്റെ അനിയത്തിയും ഞാനും പരസ്പരം രണ്ടിൻ്റെയും തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഗുരുവായൂരപ്പാന്ന് കൊണ്ടൊരു വിളിയും വിളിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ അപ്പുറത്തേക്ക് എത്തി. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. ബട്ട് ആ ഒരു ആക്സിഡൻറ്റ് നമുക്ക് കുറേ കാലം ആ പേടി മനസ്സിൽ തട്ടി. പക്ഷേ പേടി മാറിയത് അതേ ഏരിയയിൽ ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി കുറച്ച് ഡ്രൈവ് ചെയ്ത് എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ A-Star കാറിന് പാട്ട വില പോലും കിട്ടിയില്ല, ഫുൾ ടോട്ടൽ ലോസ് ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞ പിന്നെ ഞാൻ അന്നേരം വരെ ഞാൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ ആ ആക്സിഡൻറ്റിന് ശേഷം എപ്പോൾ ഒരു വണ്ടി വാങ്ങണം ഓർ ആറ് വണ്ടി വാങ്ങുന്നു, ബമ്പർ ടു ബമ്പർ 100% എടുക്കണമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാറായിരുന്നു ഹോണ്ട ബ്രിയോ. അങ്ങനെയാണ് ഞാൻ ഹോണ്ടയിലേക്ക് ചാടിയത്. ആൻഡ് എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ഹോണ്ട ബ്രിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോണ്ട ബ്രിയോ. ഞാൻ എന്താ പറയുക, എല്ലായിടത്തേക്കും എന്താ പറയുക, കാറെന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എൻ ഔട്ട്ഡോർ പേഴ്സൺ ലൈക്ക് മീ, കാർ എൻ്റെ വീട് പോലെയാണ്. ലൈക്ക് നമുക്ക് എൻ്റെ കാറിൽ ക്ലോത്ത്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്, മേക്കപ്പ് ഉണ്ട്, പിന്നെ ബേസിക് നമുക്ക് രാവിലെ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാറിൽ ഫുൾ ഡേ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ പേരാണ് പൂജിത മേനൻ തന്നെയാണ്. കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും, കാണാത്ത ആൾക്കാർക്ക് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ. ബിക്കോസ് എനിക്ക് റെഗുലർലി കുറേ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല, വീക്ക്ലി 1 വീഡിയോ ഒക്കെ ഇടാറുള്ളൂ. പക്ഷേ എന്നാൽ കൂടി നമുക്കൊരു യൂട്യൂബ് ചാനലുള്ളപ്പോഴും ഷൂട്ട്സിന് പോകുമ്പോഴും ഒക്കെ നമുക്ക് നമ്മളുടെ കാറുള്ളപ്പോൾ കാർ ഓടിക്കാൻ കിട്ടുമ്പോഴും ഇപ്പം നമ്മൾ അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് വരുമ്പോഴും ഇറ്റ്സ് ഓൾവേസ് നമ്മളുടെ കൺവീനിയൻസിൽ നമുക്ക് അവിടെ എത്താം. സമയത്തിന് എത്തണം, പക്ഷേ ഷൂട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ നമ്മൾ ലൊക്കേഷൻ വണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ അവരൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എൻജോയ് ദ കാർ ഡ്രൈവ്. പിന്നെ എനിക്ക് കാറിൽ ഞാൻ ഏറ്റവും ഡിസ്റ്റൻസ് ഞാൻ ഓടിച്ചു എന്ന് പേഴ്സണലി പറയുകയാണെങ്കിൽ കൊച്ചി ടു ട്രിവാൻഡ്രം ഓടിച്ചിട്ടുണ്ട്, കൊച്ചി ടു കാലിക്കറ്റ് വരെ ഓടിച്ചിട്ടുണ്ട്. അത്രേ ഞാൻ ഓടിച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഓടിച്ചിട്ടില്ല. പക്ഷേ ഈ നമ്മൾ ഡ്രൈവിന് പോകുന്ന സമയത്ത് എന്താ പറയുക, ഒരുപാട് കുറേ നൈസ് ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് യു ഗെറ്റ് ടു പാട്ട് കേൾക്കുമ്പോഴത്തേക്കും യു ക്യാൻ റിലാക്സ് യുവർ മൈൻഡ്. പിന്നെ നമ്മൾ എന്താ പറയുക, സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് അഗെയിൻ എസ്പെഷ്യലി നേച്ചർ ലവ് ചെയ്യുന്ന ഒരാൾക്ക് വെൻ യു ഡ്രൈവ് ഇറ്റ്സ് ജസ്റ്റ് മെഡിറ്റേറ്റീവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
വേറെ വൺസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗോവയ്ക്ക് പോയിട്ടുണ്ട്. വൺസ് ഐ ഹാഡ് ദിസ് ഗേൾസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വേറെ 2 ഗേൾ ഫ്രണ്ട്സും കൂടി ഫ്രം കൊച്ചി ടു ഗോവ വണ്ടി ഓടിച്ചു പോയി. ആൻഡ് ദാറ്റ് വാസ് ദി മോസ്റ്റ് അമേസിങ് ട്രിപ്പ് ഓഫ് മൈ ലൈഫ്. എനിക്ക് മനസ്സിലായി, നമ്മളെപ്പോഴും പറയും, കുറേ പേര് പറയും ഓക്കെ ഫൈൻ ഗേൾസിന് ഗൈസ് ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഫോർ എ ഗേൾ നമ്മളുടെ കറക്റ്റ് വൈബിന് കിട്ടിയ ഫ്രണ്ട്സിനെ കിട്ടിയാണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. അപ്പം ഞാനും എൻ്റെ ഈ 2 ഫ്രണ്ട്സും കൂടി നമ്മൾ വയ കണ്ണൂർ പോയി മാംഗ്ലൂരിൽ ഹോൾട്ട് ചെയ്തു. വി ചിൽ ഡേ ഫോർ എ ഡേ. ആൻഡ് ഗോവയിൽ എൻ്റെ ചെറിയമ്മ ഉണ്ട്. അപ്പോൾ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയി നമ്മൾ വി ടുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി വാസ് എ മെർക്ക് അറ്റ് ദാറ്റ് ടൈം. സോ ഷീ ഡ്രോവ് ദ മെർക്ക് ആൻഡ് ദാറ്റ് വാസ് അഗെയിൻ എൻ അമേസിങ് ട്രിപ്പ്. ഗോവയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും വണ്ടിയിൽ പോകാൻ പറ്റി. ആൻഡ് ലൈക്ക് വൈസ് നമ്മൾ നമ്മുടെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോണ സമയത്ത് മിക്കപ്പോഴും നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഗൂഗിൾ മാപ്പ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോയി വരുമ്പോൾ ചില സമയത്ത് നമുക്ക് അറിയാത്ത ഡെസ്റ്റിനേഷനിലേക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ ഉള്ളൊരു ത്രില്ലുണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ് അഗെയിൻ വാട്ട് ഓൾ ഓഫ് യു ഷുഡ് ട്രൈ. ബിക്കോസ് മിക്കപ്പോഴും നമ്മളൊരു ഹോളിഡേക്ക് പോകുന്ന സമയത്തോ നമ്മളൊരു ട്രിപ്പിന് പോകുന്ന സമയത്തോ ഒരു ഐറ്റിനറി ഉണ്ടാവും. ആ ഐറ്റിനറി ഫോളോ ചെയ്തിട്ടാണ് മിക്ക ആൾക്കാരും പോവാറ് ഒരു ട്രിപ്പിന്. പക്ഷെ ഐറ്റിനറി ഇല്ലാണ്ട് എന്താണോ എവിടെയാണോ നമ്മൾ പോയി എത്തിപ്പെടാൻ പോണേ എന്നൊരു തോട്ടുള്ളപ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ത്രിൽ അടിപൊളിയാണ്. സോ ദാറ്റ് ഈസ് അനദർ വൺ തിങ്. പിന്നെ ഒരു വട്ടം വേറെ ഒരിക്കലും മറക്കാത്ത ഒരു ഇൻസിഡൻ്റ് ആണ്. പിന്നെ എനിക്ക് എൻ്റെ ഈ കാറ് കൊണ്ടുപോകുമ്പോൾ മിക്കപ്പോഴും പണി കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷെ അതിൽ ഒരു പണി ഞാൻ പറയാം. ഈ ബസ്സുകാരുണ്ടല്ലോ, അവരുടെ സ്വന്തം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ വഴിയാണെന്ന് വിചാരിച്ചിട്ട് അവർ വണ്ടി ഓടിക്കും. ദാറ്റ് ഈസ് വെരി വെരി അനോയിങ്. എനിക്കത് ഭയങ്കര ദേഷ്യം പിടിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സമയത്ത് എനിക്കൊരു ഭാഗ്യം ഉണ്ടായതാണ്. ഒരു ട്രാഫിക് സിഗ്നലിൽ വെച്ചിട്ട് ഞാൻ റെഡ് സിഗ്നലായ സമയത്ത് ഐ പാർക്ക്ഡ് മൈ കാർ. ഈ ബസ് ചേട്ടൻ എന്താ ചെയ്തത് പറഞ്ഞാൽ, അവർക്ക് ഈ ഒതുക്കി വണ്ടി കയറ്റുന്നൊരു സൂക്കേടുണ്ടല്ലോ, അവർ ഒതുക്കി വണ്ടി കയറ്റിയപ്പോൾ എൻ്റെ കാറിൻ്റെ മിററിൻ്റെ പെയിൻറ്റ് പോയി. ആൻഡ് ഐ ഗോട്ട് സോ ആംഗ്രി ബിക്കോസ് നമ്മളുടെ മെക്കട്ടേക്ക് വന്നിട്ട് ഈ വണ്ടി ഇതൊക്കെ ആക്കുമ്പോൾ ഇറ്റ്സ് വെരി വെരി അനോയിങ്. ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വട്ടം വെച്ചു അയാൾക്ക്. എനിക്കത് ഇപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ ജാടെ, പക്ഷെ ആ സമയത്ത് ദേഷ്യം കാരണം വന്നതാട്ടോ. വട്ടം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ മാറ് വണ്ടി നീക്കണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നീക്കൂല, ഇറങ്ങാൻ പറഞ്ഞു. ബാക്കിയെല്ലാവരും ഹോൺ അടിച്ചു, ഞാൻ നീങ്ങിയില്ല. എന്നിട്ട് ഞാൻ അപ്പോൾ അവിടുത്തെ ട്രാഫിക് സിഗ്നൽ ചേട്ടൻ വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എൻ്റെ വണ്ടിയുടെ മറ്റേ മിററിൻ്റെ പെയിൻറ്റും മറ്റേ വണ്ടി ഇടിച്ചിട്ട് പെയിൻറ്റ് പോയി, എനിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ള പൈസ കിട്ടാണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാനും വാശിയിൽ നിന്നു. എന്നിട്ട് ട്രാഫിക് പോലീസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ മറ്റേ ബസ് ഡ്രൈവർ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് ഞാൻ ഓണറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ കെട്ടി പെയിൻറ്റ് ചെയ്യാൻ. സോ ദാറ്റ് വാസ് വൺ അച്ചീവ്മെൻറ്റ് ഐ ഹാഡ്. ഒരു എക്സ്പീരിയൻസ്, ഒരു ആംഗ്രി എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു KSRTC ലോക്കൽ ബസ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാത്തൊരു സംഭവം നടന്നപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി. ഇതുപോലെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് അല്ല, മിക്ക എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ പറയുന്ന അത്ര ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും, പക്ഷെ അന്നേരം ചിരി കളഞ്ഞ എക്സ്പീരിയൻസസ് ഒക്കെയാണ്. ഗോവയിൽ ഇതുപോലെ എനിക്ക് പൊതുവേ റോഡിൽ കാർ ഓടിക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടമാണ്. ബൈക്ക് ഓടിക്കാൻ പറ്റും എനിക്കിഷ്ടം. എനിക്ക് സൈക്കിൾ റൈഡ് ചെയ്യാൻ ഇഷ്ടം. ഐ ലവ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കേട്ടോ, എന്നെ കൊണ്ട് പറ്റാവുന്നതല്ല. അപ്പോൾ ഗോവയിൽ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ കുറച്ച് കസിൻസും കൂടി നമ്മൾ ആക്ച്വലി എൻ്റെ ചെറിയമ്മയുടെ വീട് നിയർ ദി എയർപോർട്ട്. അപ്പോൾ നമ്മൾ നോർത്തിൽ പോയിട്ട് 2 വീലർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻസ് ചോദിച്ചു നിനക്ക് റൈഡ് ചെയ്യാൻ അറിയില്ലല്ലോ, അപ്പോൾ നീ ബാക്കിലിരുന്നാൽ മതി. അപ്പോൾ എൻ്റെ അനിയത്തിക്ക് അറിയാം ഞാൻ വണ്ടി ഓടിക്കില്ല. അപ്പോൾ അവൾ മറ്റേ കസിൻസിൻ്റെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേറെ ബൈക്കിലെടുത്തു. അപ്പം ഞാൻ സ്കൂട്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ കസിൻസ് പറഞ്ഞു നീ ഒറ്റയ്ക്ക് എടുത്താൽ മതി, നിന്നെ അത്ര വിശ്വാസമില്ല, അവർ വേറെ 2 വീലറിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അഹങ്കാരികൾ വേറെ 2 വീലറിലിട്ടു. ഞാൻ ഫുൾ ജാടയ്ക്ക് എൻ്റെ കൂളിംഗ് ഗ്ലാസും എൻ്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ 2 വീലറിൽ എടുത്തിട്ട് ഐ തോട്ട് എനിക്ക് ഓർമ്മയുണ്ട് 2 വീലർ ഓടിക്കാൻ. എന്നിട്ട് ഞാൻ എടുത്തിട്ട് മറ്റേ ബ്രേക്ക് അമർത്തുന്നതിൻ്റെ പകരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് ബ്രേക്ക് അമർത്തുന്നതിൻ്റെ പകരം ഞാൻ ആക്സിലേറ്റർ അമർത്തി. പൊട്ടക്കോന്നും പറഞ്ഞ ഒറ്റ
ഒറ്റ വീഴ്ച ഓൺ ദ ഫ്ലോർ ആൻഡ് ദ ബൈക്ക് ഫെൽ ഓൺ മൈ ലെഗ് ആൻഡ് എൻ്റെ കാലുമ്മേ ഒരു 6 മാസത്തോളം I needed to have physiotherapy because ബോണുമ്മ വീഴുമ്പോൾ ഇറ്റ്സ് വെരി വെരി ബാഡ്. അപ്പം നമ്മളൊരു കാര്യം കൂടെ, നമ്മൾ ബൈക്ക് എസ്പെഷ്യലി ഈസ് നോട്ട് ആസ് സേഫ് ആസ് എ കാർ. നമ്മൾ വണ്ടി പോയി എവിടെയെങ്കിലും ഇടിച്ചാലും കാറിന് ഇഞ്ചുറി പറ്റുള്ളൂ. പക്ഷേ ബൈക്ക് എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ ഇഞ്ചുറി പറ്റുന്നത് നമുക്കാണ്. സോ ബൈക്ക് എപ്പോഴും ഓടിക്കുമ്പോൾ യു നീഡ് ടു ബി വെരി വെരി കെയർഫുൾ. ഹെൽമെറ്റൊക്കെ വെക്കണം. ദാറ്റ് ഇസ് വൺ എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ്. അത് കഴിഞ്ഞേ പിന്നെ ഞാൻ ബൈക്ക് തൊടാൻ പോയിട്ടില്ല. ദാറ്റ് ഇസ് വൺ തിങ് ദാറ്റ് ഐ റിമെമ്പർ. ആൻഡ് വേറെ ഒരു ഫണ്ണി ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴും ചിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കടവന്ത്രയിലാണ് താമസിക്കുന്നത്. സോ ഞാനും എൻ്റെ അനിയത്തിയും കൂടി കടവന്ത്ര, ഐ തിങ്ക് നമ്മൾ എടപ്പള്ളിക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ പോണ സമയത്ത് ഈ ചില ചെറുക്കന്മാരുണ്ടല്ലോ, ഗേൾസിനെ കാണുമ്പോൾ ഷോ കാണിക്കാൻ വേണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു, സ്പീഡ് ചെയ്യാൻ നോക്കുന്നു, റേസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഷോ കാണിക്കാനോ ഓരോ 2 കൊരങ്ങന്മാർ അപ്പുറത്തെ വണ്ടിയിലുണ്ടായിരുന്നു. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൂ ദേ വർ. അപ്പോൾ അവരെൻ്റെ കൂടെ ഓവർടേക്ക് ചെയ്യാൻ വന്നപ്പോൾ എനിക്കും കുറച്ച് മൂച്ച് കയറി. ആൻഡ് ഐ തോട്ട് ശരി ഞാനും ഓവർടേക്ക് ചെയ്ത് അവരെ കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ സമ്മതിപ്പിക്കില്ല. ഐ വിൽ ഗോ, എൻ്റെ ട്രാക്കിൽ സ്പീഡിൽ പോവും ആൻഡ് ഐ വിൽ ഷോ ദെം, ഐ വിൽ ടീച്ച് ദെം ദെയർ ലെസൺ ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ ഫുൾ സ്പീഡിൽ ഞാൻ പോയി. വൈറ്റുള്ള സിഗ്നലിൻ്റെ അവിടെ തിരിയുന്ന സമയത്ത് there were 2 police people that I did not see. ഞാൻ എൻ്റെ സ്പീഡ് കണ്ടപ്പോൾ ഈ വഴിയിലുണ്ടായിരുന്ന 2 പോലീസ് ചേട്ടനിൽ ഒരു ചേട്ടൻ വിചാരിച്ചു ഞാൻ അവരുടെ മെക്കെട്ട് കയറാൻ പോകാൻ ഒറ്റ ചേട്ടൻ ഓൺ ടു ദ ജീപ്പ്. അയ്യോ, ദാറ്റ് വാസ് സോ ഫണി. അത് കണ്ടിട്ട് എനിക്ക് ചിരി ആയിക്കോട്ടെ, നോട്ട് ഈവൻ സ്റ്റോപ്പ്. ഈവൻ നൗ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ആ മെമ്മറി ഈസ് കമ്മിങ് സോ ഫ്രഷ് ഇൻ മൈ മൈൻഡ്. എനിക്കത് ആലോചിക്കുമ്പോൾ എപ്പോഴും ചിരി വരും. എന്നിട്ട് അവർ നിർത്തുന്ന ആക്ഷൻ കാണിച്ചു. എന്നിട്ട് ഞാൻ നിർത്തി. എനിക്ക് ഗ്ലാസ് ഫുൾ ഇറക്കാൻ പറ്റില്ല, ഇത്ര ഇറക്കണമല്ലോ കേട്ടോ, ഇത്ര ഇറക്കുന്നുള്ളൂ. കാരണം അവരുടെ ചീത്ത ഡയറക്റ്റായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചിരി കാണുമ്പോൾ അവർക്ക് നല്ലോണം ദേഷ്യം പിടിക്കില്ല. വല്ല ചാർജും വല്ല ഫൈനൊക്കെ അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കാറിലെ പോണെങ്കിലും കയ്യിലും ക്യാഷ് വയ്ക്കാറില്ല. ഗൂഗിൾ പേ ഒക്കെ ആ സമയത്ത് ഇല്ലായിരുന്നു തോന്നും. എന്നിട്ട് ഇവർ വന്നിട്ട് എങ്ങോട്ടാ കൊച്ചു പോണേ, മനുഷ്യനെ കൊല്ലാൻ പോവാണോ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കാന്ന് കൊച്ചു. അവർക്ക് ചിരി വരുന്നുണ്ട്. അത് കേട്ടിട്ട് എനിക്ക് ചിരി തീരെ സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സോറി സർ. ഇത് ഞാൻ ആ സമയത്ത് ബ്രിയോ ആയിരുന്നു ഓടിക്കുന്നത്. ബ്രിയോ KL8 രജിസ്ട്രേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സർ, ഞാൻ കൊച്ചിയിലെ ആളല്ല, ഞാൻ തൃശ്ശൂരിലെ ആളാണ്, അത് കാരണം എനിക്ക് വഴി തിരിവുണ്ടെന്ന് അറിയില്ലായിരുന്നു, സോറി സർ എന്നൊക്കെ പറഞ്ഞ് then they left. അപ്പോൾ it was like, that was like ഒരു very funny incident that I had. So it's like nice. നമ്മൾ ആക്ച്വലി നമ്മുടെ കാറിൽ when you drive, there are so many small moments in life that adds happiness to your days, and അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ്. So I just feel everybody should എന്താ പറയുക, driving is an amazing thing. നമുക്ക് ലൈഫ് ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ബ്യൂട്ടിഫുൾ വെൻ യു നോ ടു ഡ്രൈവ്. കാരണം യു ക്യാൻ ഗോ ഡു യുവർ ഓൺ തിങ്സ്. എപ്പോൾ വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ ഓല ചേട്ടനെ ബുക്ക് ചെയ്യണം, ഊബർ ചേട്ടനെ ബുക്ക് ചെയ്യണം, അവരുടെ ചീത്ത വയ്ക്കണം. ചില സമയത്ത് അവർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് അടുത്ത ഊബർ ബുക്ക് ചെയ്യണം. അതൊന്നും വേണ്ടല്ലോ, നമുക്ക് നമ്മുടെ വണ്ടി എടുക്കുക, ഇറങ്ങി പോവാം. സോ ഇറ്റ്സ് വെരി കൂൾ. ഈ ട്രിപ്സ് വിത്ത് ഫ്രണ്ട്സ് ഭയങ്കര അടിപൊളിയാണ്. കാരണം ദേ ഹെൽപ്പ് യു ക്രിയേറ്റ് സോ മെനി ബ്യൂട്ടിഫുൾ മെമ്മറീസ്. അപ്പം അങ്ങനെ വൺ ഓഫ് ദ ട്രിപ്പ് വാസ് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് GP, ഞാൻ, ദിയ, ഷഹൽ, നമ്മളെല്ലാവരും കൂടെ, നൗഫൽ എല്ലാവരും കൂടെ നെല്ലിയാമ്പതിക്ക് പോയി. സോ നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകണമെന്ന് നമുക്കറിയില്ലായിരുന്നു. കാരണം GP ആയിരുന്നു ഇത് എൻറ്റയർ തിങ് ഓർഗനൈസ് ചെയ്യാൻ. ഹി കെപ്റ്റ് സേയിങ് വി വർ പ്ലാനിങ് എ ട്രിപ്പ് കുറേ കാലമായിട്ട്. പക്ഷേ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ബിസി കാരണം ഇറ്റ് നെവർ ഹാപ്പൻ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഹി സെഡ് നമുക്ക് വിൽ പ്ലാൻ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് പറയില്ല പറഞ്ഞു. എന്നിട്ട് നമ്മൾ GPയുടെ അവിടേക്ക് പോയി. അവിടെ നിന്ന് നമ്മുടെ കാറോടെ പാർക്ക് ചെയ്തിട്ട് GPയുടെ കാറിൽ വി ഓൾ വെൻറ്റ്. ആൻഡ് വെൻ വി കെപ്റ്റ് ആസ്കിങ് ഹി സേസ് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരാം. ആൻഡ് വി ആർ ലൈക്ക്, യു ടെൽ us where we are going, no? then he said പറയില്ല. പക്ഷേ ഇവനുണ്ടല്ലോ, കാണുന്ന പോലെയൊന്നുമല്ല, മൈക്കൽ ഷൂമാക്കറും മാറി നിൽക്കും. നമ്മൾ വണ്ടി കയറിയിട്ട് ഇവൻ മറ്റേ നൗഫലും സൂരജ് അപ്പൂസും ഉണ്ടായിരുന്നു. എന്നിട്ട് നൗഫല സാധാരണ വണ്ടി ഓടിക്കാറ്. അന്ന് GP പറഞ്ഞു നീ മാറിക്കോ, ഞാൻ വണ്ടി ഓടിക്കാം. ദെൻ വി ലൈക്ക് ഓക്കെ. നമ്മൾ GP ഡ്രൈവിന് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നൗഫലാണ് എപ്പോഴും വണ്ടി ഓടിക്കാറ്. അവൻ കാറിലിരുന്നിട്ടൊരു പോക്ക്, നമ്മളെന്താ പറയുക, ഞാൻ വിചാരിച്ചു നമ്മൾ റോക്കറ്റായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ മറ്റേ നാസയല്ല അപ്പുറത്തെ പ്ലാനറ്റിലെത്തി തന്നെ. അമ്മാതിരി പോക്കായിരുന്നു. പക്ഷേ
ദാറ്റ് വാസ് സോ അടിപൊളി. നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ലായിരുന്നു. നമ്മൾ മറ്റേ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഓക്കെ ഫൈൻ ഏതൊരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് പോകണേ, എവിടേക്കാണ് പോകണമെന്ന് വെച്ചപ്പോഴും ഹി നെവർ സെഡ്. ദെൻ വി റിയലൈസ് വി ആർ ഗോയിങ് ടു നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ പോയി നമ്മൾ അവിടെ നമ്മുടെ ഒരു കാറ് പാർക്ക് ചെയ്ത് ജീപ്പിൽ വന്ന് വി വെൻറ്റ് ടു ദിസ് ബ്യൂട്ടിഫുൾ മിസ്റ്റി വാലി പറഞ്ഞിട്ടൊരു റിസോർട്ട്. ആൻഡ് അവിടെ ദ ജേർണി വാസ് സോ നൈസ്. നമ്മൾ കുറേ കാട്ടുപോത്തും പിന്നെ കുറേ എന്തൊക്കെയാണ് ലൈക്ക് കുറേ അവിടെ കുറേ മറ്റേ ഫ്ലൈയിങ് സ്ക്വിറിൽ, കുറേ മങ്കീസ്, അങ്ങനെയൊക്കെ കുറേ കണ്ടു. ദാറ്റ് ഇസ് ലൈക്ക് ഓക്കെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ജേർണി ദാറ്റ് ഐ ഹാവ് ഹാഡ് വിത്ത് മൈ ഫ്രണ്ട്സ്. ആൻഡ് അതുപോലെ തന്നെ GP നമ്മളെല്ലാവരും കൂടെ ഗോവയ്ക്ക് പോയി. ഐ കുഡ് നോട്ട് ഗോ വിത്ത് ദം ഓൺ ബൈ റോഡ്. പക്ഷെ അവിടെ പോയതിൻ്റെ ശേഷം അഗെയിൻ ഇൻ ഹിസ് കാർ നമ്മൾ ഞാൻ GP ദിവ്യ നമ്മളൊക്കെ ഒരു വണ്ടിയിലായിരുന്നു. നൗഫൽ എല്ലാവരും ഒരു വണ്ടിയിലായിരുന്നു. വേറെ വണ്ടിയിലായിരുന്നു അപ്പു, അപർണ, ജീവ, മറ്റേ കുക്കു, ദീപ, നമ്മളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. നമ്മൾ ആർക്കും ഗോവ അറിയില്ല. അപ്പോൾ ഗോവയിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ഏതൊക്കെ മീൻസ് എനിക്ക് നോർത്ത് ഗോവ അധികം അറിയില്ല. നമ്മളെല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വുഡ് ലൈക്ക് കീപ് ഗോയിങ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. കുറേ സ്ഥലത്തിന് ഇവർക്ക് വണ്ടി അറിയാത്തതുകൊണ്ട് GPക്ക് കുറേ ചീത്ത കേട്ടിട്ടുണ്ട്. മര്യാദയ്ക്ക് വഴി ഓടിക്കേണ്ട റോങ് റൂട്ടൊക്കെ എടുത്തോണ്ട്. പക്ഷേ ലൈക്ക് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. എന്ന് ഞാനും ദിവ്യയും കൂടി ഇതായിട്ട് നമ്മളെ റൂഫ് ടോപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈവനിങ്ങിൽ we've gone up and കുറേ പാട്ടൊക്കെ പാടി. ആൻഡ് ദെൻ വൺസ് വെൻ വി വെൻറ്റ് ഓൺ വാട്ടർ സ്പോർട്സ് ഞാനും ദിവ്യയും കൂടി നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആക്ച്വലി സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ്. നമ്മൾ ആ പാരസെയിലിങ്ങിലൂടെയാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ പാരസെയിലിംഗ് നമുക്കറിയാമല്ലോ, നമ്മൾ ബോട്ടിൽ പോയി മറ്റേ കടലിന് നടുക്കിലെത്തിയിട്ട് വി വെൻറ്റ് ഓൺ ദ പാരസെയിലിംഗ്. നമ്മൾ സ്കൈയിൽ വി സാങ് എ സോങ് ആൻഡ് ദെൻ ഇറ്റ് വാസ് വെരി നൈസ്. So few good memories have been happening in my life, and especially when it's with your good friends. നമ്മളുടെ അതേ വേവ് ലെങ്ത്തിലുള്ള ഫ്രണ്ട്സ്, നമ്മളെ റിയലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഗുഡ് വൈബുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫ്യൂ മെമ്മറീസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്തത്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഓൾവേസ് ട്രെഷർ. കാറ് കൊണ്ട് ഒരുപാട് ഡ്രൈവിംഗ് കൂടാതെ വേറെയും കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാനും എൻ്റെ അനിയത്തിയും ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫ്യൂ ഇയേഴ്സ് ബാക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കൊച്ചിയിലും അവൾ ബാംഗ്ലൂരിലും. അവൾ എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് അവൾക്ക് വരാൻ പറ്റില്ല എന്നവൾ പറഞ്ഞു. ഐ വാസ് സോ സാഡ്. ഐ വാസ് അയ്യോ അമ്മൂന്ന് എങ്ങനെയെങ്കിലും വാ. പിന്നെ എൻ്റെയും അവളുടെയും ബർത്ത്ഡേ തമ്മിൽ 3 ദിവസം ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ June 26 ഞാൻ അവളുടെ അവിടേക്ക് പോയി ബാംഗ്ലൂർക്ക്. അവൾക്ക് സർപ്രൈസ് കൊടുത്ത് ഐ കെയിം ബാക്ക് ബിക്കോസ് ഐ വോണ്ടഡ് ടു ബി ഹിയർ ഫോർ മൈ ബർത്ത്ഡേ. കാരണം എൻ്റെ ഫ്രണ്ട്സ് പ്ലാൻ ചെയ്തായിരുന്നു. ആൻഡ് അവൾ പറഞ്ഞു June 29 അവൾക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് എനിവേ ഞാൻ അവിടെ ഉണ്ടെങ്കിലും അധികം അവൾക്ക് ടൈം എൻ്റെ കൂടെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഓക്കെ, തിരിച്ചു വന്നിട്ട് ദാറ്റ് ഗേൾ മൈ സിസ്റ്റർ ഷീ കെയിം ഓൾ ദ വേ ഫ്രം ബാംഗ്ലൂർ ബൈ ബസ്. ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് അവൾ കൊച്ചിയിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പ്ലാൻ ചെയ്തിട്ട് ഷീ ഈസ് ഗോയിങ് ഓൺ കോളിങ് മീ പൂച്ചേച്ചി ഐ എം ഫീലിംഗ് സോ സാഡ് ഐ കാൻ കം ഫോർ യുവർ ബർത്ത്ഡേ. എന്നിട്ട് അലവലാതി പെണ്ണ് എനിക്കൊരു ലെറ്ററൊക്കെ എഴുതി തന്നു, എന്നെ വിഷമിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര സെൻറ്റി ലെറ്ററൊക്കെ എഴുതി തന്നു. 12 ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഷീ ഈസ് നോട്ട് ദെയർ എനിവേ. 12 o'clock ഷീ മേക്സ് എൻ എൻട്രി. എന്നിട്ട് ഷീ ഗിവ്സ് മീ ദിസ് ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ആൻഡ് ഐ എം സോ ഹാപ്പി. നോക്കിയപ്പോൾ അവൾ എവിടെയായിരുന്നു ഒളിച്ചിരിക്കുന്നത് തന്നെ? എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കോഡയുടെ ബൂട്ടിൽ. അവൾ ഇത്രയുള്ള സാധനം പീക്രി, അവൾ അതിൻ്റെ ഉള്ളിൽ ഷീ വാസ് ഇരിക്കുകയായിരുന്നു ടു ഗിവ് മീ എ ബിഗ് സർപ്രൈസ്. സോ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എന്താ പറയുക, ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ഫോർ മീ ഇൻ മൈ ലൈഫ്. അതുപോലെ തന്നെ വേറൊരു ദിവസം വേറൊരു ബർത്ത്ഡേൻ്റെ സമയത്ത് ഐ എം ട്രാവലിംഗ് ടു ഖത്തർ ഫോർ എ പ്രോഗ്രാം. അപ്പോൾ ഇവളും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വരുന്നത് തന്നെ. ആൻഡ് ഇവള് അവരെ കൂടെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിച്ചതിൻ്റെ ശേഷം എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ സെഡ് ഓക്കെ ഫൈൻ, ബർത്ത്ഡേൻ്റെ സമയത്തല്ല ഡിന്നർ കഴിക്കാം. ഞാൻ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഇവൾ പുറത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവൾ കാറിൻ്റെ ബോണറ്റിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്തു. കേക്ക് വെച്ചു, ചെറിയ ബലൂണൊക്കെ ബ്ലോ ചെയ്തിട്ട് അവൾ വിൻഡോമൊക്കെ ഫിക്സ് ചെയ്ത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് എൻ്റെ അനിയത്തി ഷീ ഈസ് വെരി ക്രിയേറ്റീവ്. അപ്പോൾ അവൾക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ഐഡിയാസ് മൈൻഡിൽ വരാറുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വൺ വെരി ബ്യൂട്ടിഫുൾ മെമ്മറി ഐ ഹാഡ്. ആൻഡ് എനിക്ക് മനസ്സിലായി നമുക്ക് നമുക്കൊരാൾക്ക് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ എനി പ്ലേസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ്. ആൻഡ് ഷീ മേ ദാറ്റ് ഹാപ്പൻ വിത്ത് ദ കാർ. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ വൺ മോർ തിങ്, കാറും ബൈക്കും ഒന്നുമല്ലാതെ ഐ ഹാഡ് വേറെ എന്താ പറയുക,
ഒരിക്കലും ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ സൈക്കിൾ. നമുക്ക് എല്ലാവർക്കും സൈക്കിൾ ഓടിക്കാൻ അറിയാം. നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സിഡൻസും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ആസ് എ ചൈൽഡ് ഞാൻ കുറേ നോട്ടി ആയിരുന്നു. അപ്പോൾ വെൻ ഐ വാസ് ഇൻ കർണാടക ഇൻ റൈച്ചൂർ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ഉടനെയുള്ളൊരു നമുക്ക് ആ ഒരു ആവേശമൊക്കെ ഉണ്ടല്ലോ, ആ ആവേശം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പോണു, സൈക്കിൾ മറ്റേ ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ സ്ലോപ്പ് കൂടെ ഫുൾ സ്പീഡിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് കൂടെ സൈക്കിൾ എടുത്ത സമയത്ത് എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ നിലത്ത് വീണ സമയത്ത് ആ ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്കിൻ്റെ അങ്ങനെ പറഞ്ഞ് നാവമേ ഇടിച്ച് എൻ്റെ നാവ് യു കട്ടിൽ ഡീപ്പ് കട്ടായിട്ട് പൊട്ടി. ഇറ്റ് വാസ് ബ്ലീഡിങ് ലൈക്ക് എനിത്തിങ്. ഐ സ്റ്റാർട്ടഡ് ക്രൈങ്. ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകണല്ലോ, ബിക്കോസ് നല്ല ഡീപ്പ് കട്ടാണ്. ആൻഡ് അവിടുത്തെ ഡോക്ടേഴ്സിന് കുറച്ച് മനസാക്ഷി കുറവാണ്. അപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ പോയപ്പോൾ ഇവർ പറഞ്ഞ് സ്റ്റിച്ച് ഇടണം. എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്നിട്ട് സ്റ്റിച്ച് ഇടാൻ ഐ ആം ലൈക്ക് നോ എങ്ങനെ സ്റ്റിച്ച് ഇടാൻ, നാവും എങ്ങനെ സ്റ്റിച്ച് ഇടും. ഫൈനലി ഞാനവിടെ കരിഞ്ഞ് പൊളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവിടുത്തെ സിസ്റ്റർമാരും അവർക്കും മനസാക്ഷിയില്ല, ഡോക്ടറിന് മാത്രമല്ല. സിസ്റ്റർമാരുടെ കാല് പിടിച്ചു, ഞാൻ സിസ്റ്റർമാർക്ക് ചവിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു കൈ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അവരൊരു സ്റ്റാൻഡ് പോലെ സാധനമുണ്ട്. അത് എന്തു സാധനമാണ് എനിക്കിപ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് ഇറ്റ് സംതിങ് ദാറ്റ് മേക്സ് യുവർ മൗത്ത് ഓപ്പൺ. എന്നിട്ട് അങ്ങനെ അവരെ ബാലൻസ് ചെയ്ത് വായിൽ വെച്ചു. എന്നിട്ട് ദേ ടുക്ക് മൈ ടങ് ആൻഡ് ഐ എം ക്രൈയിങ് ആൻഡ് ദേ ഡോണ്ട് കെയർ. അവർ ഒട്ടും കെയർ ചെയ്തില്ല എനിക്ക്. അവർ ക്രൈ ചെയ്തു. ഞാൻ വായടിക്കാൻ വെച്ചപ്പോൾ ആ കോന്തൻ ഡോക്ടർ അലവലാതി അയാളുടെ മുഖത്ത് ഇങ്ങനെ അടിച്ചു. ഐ വാസ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇവൻ നൗ ഐ ഹാവ് ദാറ്റ് ആങ്കർ. ഓക്കെ, എന്നിട്ട് അത് ടങ് പുള്ളി ചെയ്തിട്ട് ദേ ഗേവ് ഇഞ്ചക്ഷൻ ആൻഡ് യു ഷേപ്പിൽ സ്റ്റിച്ച് ഇട്ടു. ലൈക്ക് ഐ ഡോണ്ട് റിമെമ്പർ ഹൗ മെനി സ്റ്റിച്ച്, മേ ബി 4-5 സ്റ്റിച്ചസ് ഓൺ മൈ ടങ്. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ മൈ സൈക്കിൾ. പക്ഷേ ഞാൻ സൈക്കിൾ ഉണ്ട് കുറച്ച് ദിവസം സൈക്കിൾ തൊട്ടില്ല. പക്ഷെ നൗ അഗെയിൻ ഐ ഹാവ് എ സൈക്കിൾ. സൈക്ലിംഗ് ഓൾസോ നമ്മൾ എസ്പെഷ്യലി ഈ ഒരു ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് സൈക്ലിംഗ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസസ്. കാർഡിയോന് ബെസ്റ്റാണ്, നമ്മുടെ വെയിറ്റ് ലോസിന് ബെസ്റ്റാണ്. അപ്പോൾ സൈക്ലിംഗ് ഞാൻ ഇപ്പോൾ വീണ്ടും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് പേടിയൊക്കെ മാറി. പക്ഷേ ആ സമയത്ത് ഇറ്റ് വാസ് വെരി ബാഡ്. ആൻഡ് ലൈക്ക് വൈസ് സൈക്കിൾ ഓടിക്കുമ്പോഴും എവറിബഡി ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ ബിക്കോസ് ഇറ്റ് ഇസ് സോ ഡേഞ്ചറസ്. നമ്മൾ ഫോക്കസ് പോയ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളുടെ ലൈഫ് ഓൺ ദ റോഡ് ഇസ് വെരി എന്താ പറയുക, ഭയങ്കര അഡ്വെഞ്ചറസ് ആവാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭയങ്കര കെയർഫുള്ളും ആയിരിക്കണം. കാരണം ലൈഫ് ഇസ് ലോങ്. നമ്മളുടെ ലൈഫ് കട്ട് ഷോർട്ട് ചെയ്യരുത് റോഡിൽ കെയർലെസ് ആയിട്ട്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. എനിക്ക് എപ്പോഴും ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരിക്കുന്ന 2-3 കാർസ്. വൺ ഇസ് എ മെർക്ക്. ഐ ഹവ് ഓൾവേസ് ലവ്ഡ് എ മെർക്ക് ആൻഡ് ഓഡി. ആൻഡ് പിന്നെ ജാഗ്വർ. സംടൈംസ് ഐ വിഷ് ഓക്കെ ജാഗ്വർ എനിക്ക് ഇഷ്ടം. ഈ ഹൈ എൻഡ് കാർസിൽ ദീസ് ആർ ദ 3 കാർസ് ദാറ്റ് ഐ ഹവ് ലൈക്ക്. ആൻഡ് ഈ ഹോണ്ട സിറ്റിയും എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിട്ട്. അപ്പോൾ ഹോണ്ട സിറ്റി കഴിഞ്ഞിട്ട് അടുത്ത കാർ ആഗ്രഹം ഉണ്ടായത് മെർക്കാണ്. എനിക്ക് ഭാഗ്യം എന്താണെന്നുണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിൽ ബിക്കോസ് ഐ ആം ദിസ് ബോസ് ലേഡി, എനിക്ക് 2 കാറുണ്ട്, മെർക്കും ഉണ്ട് ഓഡിയും ഉണ്ട്. അതിൽ ഓടിക്കാൻ കിട്ടുന്നതുകൊണ്ട് വലിയ ഭാഗ്യം. അപ്പോൾ ഞാൻ ആദ്യം എന്നോട് ഡയറക്ടർ സാറ് പറഞ്ഞു എനിക്ക് ഈ 2 കാറുണ്ട്. ഐ ആം ലൈക്ക് ഹാ പക്ഷെ അധികമൊന്നും ഓടിക്കാൻ തരില്ല. ഇവിടുന്ന് അപ്പഴം വരെ ഓടിപ്പിക്കും നിർത്തിക്കും, ഇവിടുന്ന് അപ്പഴം വരെ ഓടിക്കും നിർത്തിക്കും, അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഫുൾ ഓടിക്കാൻ പറ്റും, അത്രയൊന്നും ഓടിക്കാൻ കിട്ടുന്നില്ല. പക്ഷെ ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ ഒരു സീനുണ്ട്. അപ്പോൾ ഈ സീനിൽ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സീനാണ്, കാറിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യുന്ന സീനാണ്. അപ്പോൾ നമ്മൾ ഫുൾ ലൈറ്റ്സൊക്കെ കാരണം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഈ മെർക്കിൽ കയറിയിട്ട് നമ്മൾ AC ഓൺ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടിട്ടാണ്. നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, ഈ AC-യുടെ എന്തോ പ്രശ്നമാണ്, അതും ഈ ക്ലാസ് AC-യുടെ എന്തോ പ്രശ്നമാണ്, മീൻസ് ചൂട് വരുന്ന പണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്തേലും കാറ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാറ്റിൽ നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ട് ഷൂട്ടിങ് ചെയ്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്, മറ്റേ പെട്രോൾ ഫുള്ള് തീർന്നു പോയി, അത് കാരണമാണ് ചൂട് വരണതെന്നും പറഞ്ഞ് ആ പാവങ്ങളുടെ എന്തോ വണ്ടിയുടെ എന്തോ അടിച്ചു പോയി. ആ മറ്റേ ആ മെർക്കിൻ്റെ 62,000 റുപ്പീസ് വന്നു റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്ടർ എന്നോട് വിളിച്ചിട്ട് വാർണിംഗ് തന്നു, ഇനി കുട്ടി കെയർഫുൾ ആയില്ലെങ്കിൽ
പിന്നെ ടാറ്റാ ടാറ്റാ ടാ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അധികം വണ്ടി ഓടിക്കാൻ കിട്ടിയിട്ടില്ല. എപ്പോഴും ആ ചേട്ടന്മാർ അടുത്തുണ്ടാകും എന്നുള്ളതാണ്. ബട്ട് അങ്ങനെ ഐ ഗോട്ട് ടു ഡ്രൈവ് എ മെർക്ക്. ആൻഡ് ഞാൻ ഫസ്റ്റ് കാറ് ഓടിക്കാനും കാർ ഓടിക്കാൻ പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ കോളേജ് ടൈമിൽ. ഓക്കെ, വെൻ ഐ വാസ് ഇൻ മൈ കോളേജ് നമ്മൾ ഹൈദരാബാദിൽ പോയായിരുന്നു ഫ്രം കോളേജ്. ആൻഡ് അവിടെ നമ്മൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കൂടി ഗോ കാർട്ടിങ്ങിന് പോയ സമയത്ത് ആ ഒരു സ്പീഡ്, ആ ഒരു മറ്റേ ആ ഗോ കാർട്ടിങ് കാറുമേലുള്ള ഒരു കൺട്രോൾ ആൻഡ് എൻ്റെ കൂടെയുള്ള എന്താണ് ടീംമേറ്റ്സ് ദ ബോയ്സിനെ ഞാൻ വെട്ടിച്ചു. അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചിട്ട് അവരെ വെട്ടിച്ച് തെറിപ്പിക്കും മീൻസ് അവരെ വീണില്ല, പക്ഷെ ഞാൻ വണ്ടി ഓടിച്ച് അവരെ ഞെട്ടിച്ചപ്പോൾ ഐ റിയലൈസ് ദർ ഇസ് സംതിങ് ഇൻ മീ ദാറ്റ് ഹാസ് ദിസ് പാഷൻ ഫോർ ഡ്രൈവിങ്. അപ്പോൾ അത് മനസ്സിലാക്കിയ പിന്നെയാണ് ഞാൻ കോളേജ് കഴിയുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ആൻഡ് ദെൻ ഐ ടുക്ക് മൈ ഫസ്റ്റ് ടേക്കിൽ തന്നെ കിട്ടി. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഡ്രൈവിങ് ആൻഡ് എവർ സിൻസ് ഫ്രം ദാറ്റ് ഡേ ഐ ലവ് ഡ്രൈവിങ്. പക്ഷേ ഇന്ന് എനിക്ക് മാനുവൽ ഓടിക്കാണ്ട് മാനുവൽ ഓടിക്കാൻ ഞാൻ കുറേയൊക്കെ മറന്നു. ആൻഡ് നമ്മുടെ സീരിയലിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് വേർ മീ ആൻഡ് കിരൺ ദി ആക്ടർ സെൻ കാറിൽ വണ്ടി ഓടിക്കുക. അപ്പോൾ ഞാൻ സെൻ എടുത്തപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ ബിക്കോസ് എനിക്ക് ഓട്ടോമാറ്റിക്കാണ് ഓടിക്കണമെന്ന് അവനറിയാം. അപ്പോൾ മാനുവൽ എടുത്തപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ നന്നായിട്ട് ഓടിക്കും എന്ന്. അപ്പം ഞാൻ എന്നിട്ട് വണ്ടി എന്തിനും എടുക്കണ കണ്ടപ്പോൾ നമ്മളൊന്ന് മീൻസ് എൻ്റെ എടുക്കുന്ന രീതി കണ്ടപ്പോൾ നമ്മളൊന്ന് നീ സൈഡിലാക്കിയേ. എന്നിട്ട് നമ്മൾ എന്ത് പറ്റി, അല്ല നീ സൈഡിലാക്ക് ബിക്കോസ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായി ഈ ഗിയറൊക്കെ മാറ്റാൻ. ഞാൻ സൈഡിലാക്കി ആ കുരങ്ങൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് പോയിട്ട് നമ്മളുടെ ഡയറക്ടർ സർ പുരുഷോത്തമൻ സാറിനോട് പറഞ്ഞു ഇവൾക്ക് വണ്ടിയൊന്നും ഓടിക്കാറില്ലേ സാറേ, ഇവൾ പോയി മതിലും മേടിക്കും, അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ആ കുരങ്ങൻ അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നെ സാറ് വണ്ടി ഓടിക്കാൻ തന്നില്ല. അത് ഡ്യൂപ്പിന് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ആ സീനിൽ കണ്ടവർക്ക് മനസ്സിലാവും ഈ കാറ് വെറുതെ മൂവ് ചെയ്യുന്ന സീനിൽ ഞാനല്ല ഓടിക്കുന്നത്, സംബഡി എൽസ് ഇസ് ഡ്രൈവിങ്. ആൻഡ് ക്ലോസപ്പ് വന്നപ്പോൾ മാത്രം ഞാൻ വന്നു. സോ ദർ ആർ മൊമെൻറ്റ്സ് വേ വൺ മോർ തിങ്, നമ്മൾ കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് നോ ടു ഡ്രൈവ് ബോത്ത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. കാരണം മാനുവൽ ടച്ച് വിടാതിരിക്കണം ഇസ് വാട്ട് ഐ റിയലൈസ്. ആൻഡ് അത് കാരണം എനിക്ക് ഐ വോണ്ട് ടു റീലേൺ driving manual car. And once again to everybody watching this program, I must tell all of you that car endayalum ningal odikkan padichirikkanam because it is the way to freedom.